എം.ടിയുടെ നാലുകെട്ടിനും എം. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾക്കും ഫോട്ടോഗ്രാഫിയിലൂടെ ദൃശ്യഭാഷ ഒരുക്കുകയാണ് വൈക്കം സ്വദേശിയായ ഡി. മനോജ്. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായാണ് ഈ ഫോട്ടോഗ്രാഫി പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. എം.ടിയുടെ നാലുകെട്ടും എം. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളും മലയാളികളുടെ മനസ്സിൽ വായിച്ച് പതിഞ്ഞുപോയ ഒരു ദൃശ്യഭാഷയുണ്ട്. അവയ്ക്ക് യാഥാർത്ഥ്യമായി ബന്ധമുണ്ടായിരിക്കില്ല. എന്നാൽ എഴുത്തുകാരുടെ രചനകളിലുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് പോയി അതിൻ്റെ ഫോട്ടോകളെടുത്ത് ഈ രണ്ട് രചനകൾക്കും ദൃശ്യഭാഷ്യമൊരുക്കുകയാണ് വൈക്കം സ്വദേശിയായ ഡി. മനോജ്. പയ്യന്നൂർ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായാണ് മനോജിൻ്റെ ഫോട്ടോ പ്രദർശനമുള്ളത്. നോവലുകളെ ഫോട്ടോഗ്രാഫിയിലൂടെ പിന്തുടരുകയാണ് ഡി. മനോജ് ചെയ്യുന്നത്. ഓരോ ഫോട്ടോകൾക്കും രചനയിൽ അവ അടയാളപ്പെടുത്തുന്ന എഴുത്തുകളുടെ അകമ്പടിയോടെ തന്നെയാണ് മനോജ് തയ്യാറാക്കിയിട്ടുള്ളത്. എഴുത്തുകാരനൊപ്പം തന്നെ വായനക്കാരനും സഞ്ചരിക്കാൻ കഴിയുന്ന അപൂർവ നിമിഷം. ഈ അനുഭവം യാഥാർത്ഥ്യമാക്കാൻ ഡി. മനോജ് എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത പ്രയത്നം ചില്ലറയല്ല. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പശ്ചാത്തല ഭൂമികകൾ നമ്മുടെ ക്ലാസിക് നോവലുകളെ എഴുതിയിട്ടുള്ള നമ്മുടെ വിഖ്യാതരായ നോവലിസ്റ്റുകൾ ഒ.വി. വിജയൻ, അല്ലെങ്കിൽ എം. മുകുന്ദൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, എം. ഡി. വാസുദേവൻ നായർ എന്നിവർ തുടരുന്ന അനുസ്യൂതമായ ഒരു സർഗപ്രക്രിയ. അവർ സൃഷ്ടികളെ, അവരുടെ ഈ അമൂല്യങ്ങളായ നോവൽ രൂപത്തിലുള്ള സാഹിത്യ സൃഷ്ടികളെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് ഫോട്ടോഗ്രാഫിയിലൂടെ ഒരു പഠനം നടത്തുകയാണ്, ഒരു റിസർച്ച് നടത്തുകയാണ് ഞാൻ ഈ ചിത്രങ്ങളിലൂടെ. അത്തരത്തിൽ ആദ്യമായി ചെയ്തതാണ് എം. മുകുന്ദൻ്റെ, രണ്ടാമതായി ചെയ്തതാണ് എം. മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മാഹി എന്ന കേന്ദ്രഭരണ പ്രദേശമായ ആ സ്ഥലത്ത് നിന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിനെ എങ്ങനെ രൂപപ്പെടുത്തി എന്നാണ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളത്. മുകുന്ദൻ കണ്ടതും കേട്ടതും തന്നെയാണ് നോവലിലേക്ക് എഴുതിയിട്ടുള്ളത്. ആ ഒരു ദേശത്തെ ആചാരങ്ങളും അവിടുത്തെ മിത്തുകളും അവിടുത്തെ കഥകളും അവിടുത്തെ നിർമ്മിതികളും എല്ലാം തന്നെ ആ കൃതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഒരു എഴുത്തുകാരൻ്റെ ജീവിത പരിസരങ്ങൾ എങ്ങനെ ഒരു ഉത്തമ കൃതിയായി രൂപപ്പെടുന്നു എന്നുകൂടി ഞാനിതിൽ പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് സാഹിത്യ കലാവിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്ക് ചുറ്റുമുണ്ട് വളരെ മനോഹരമായ ഗ്രാമങ്ങൾ, മിത്തുകൾ, കഥകൾ എല്ലാം. ഇവയൊക്കെ തന്നെ മറ്റൊരു സാഹിത്യ രൂപമായി പരിണമിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും. അതായത് ഈ ചിത്രത്തിലൂടെ നോക്കിയിട്ട് ഇതിൻ്റെ വരികളും വായിക്കുമ്പോൾ ഇതിൽ നിന്നാണല്ലോ ഈ വരികളെ എഴുത്തുകാരൻ രൂപപ്പെടുത്തിയത് എന്ന് സാക്ഷ്യപ്പെടുത്താനാണ്. മറ്റൊരു തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പശ്ചാത്തല ഭൂമികകൾ. എനിക്കുറപ്പുണ്ട് ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം നോവലിലെ എൻ്റെ ഫോട്ടോഗ്രാഫി പരമ്പരയിലുള്ള 200ഓളം ചിത്രങ്ങളിൽ നിന്ന് ഒരു 60% ചിത്രങ്ങളും ഇനി റിയലായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഞാൻ 15 വർഷങ്ങൾക്ക് മുമ്പ് ആ ചിത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ ഒ.വി. വിജയൻ്റെ ഖസാക്ക് ഏതാണ്ട് അവിടെ അതേ രൂപത്തിലേക്ക് തന്നെ ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ മാറ്റം, ആ മാറ്റത്തിൽ ആ പശ്ചാത്തല ഭൂമികകൾക്ക് വരുന്ന ചേഞ്ച് അത് നോവൽ വരികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും. അവയെ സാക്ഷ്യപ്പെടുത്താനാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് രണ്ട്. മറ്റൊന്ന്, ഒരു എഴുത്തുകാരൻ ഈ രചനാ സങ്കേതങ്ങൾ, മാജിക്കൽ റിയലിസം, പോസ്റ്റ് മോഡേണിസം, ഇവയൊക്കെ ചിത്രകലയിലും എഴുത്തിലുമൊക്കെ പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. ഇത്തരം രചനാ സങ്കേതങ്ങളെ എങ്ങനെ ഒരു സാഹിത്യ സൃഷ്ടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന അന്വേഷണവും ഈ പരമ്പരകളിലുണ്ട്. സി. മനോജ് വൈക്കം എന്ന ഫോട്ടോഗ്രാഫർ വലിയ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. നാലുകെട്ട്, അതുപോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ഈ രണ്ട് നോവലിനും ഒരു ദൃശ്യഭാഷ്യം തന്നെ തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത ചിത്രങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് അദ്ദേഹം. കഥാകാരൻ നടന്നു തീർത്ത വഴികൾ, നോവലിലൂടെ നടന്നു തീർത്ത വഴികൾ ഒന്നുകൂടി തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ആസ്വാദകരിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം. ഏറെ ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ഇവിടെ നമുക്കത് കണ്ട് മനസ്സിലാക്കാം, കണ്ടറിയാം, നോവലിനെ ഏറ്റവും തൊട്ടറിയാം എന്നുള്ള ഒരു ഭാഗ്യം തന്നെയാണ് കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.